ശ്രീ റോയ് മാത്യു, സാധാരണഗതിയിലുള്ളതിനേക്കാൾ കലഹം കുറഞ്ഞ, സാധാരണഗതിയിലുള്ളതിനേക്കാൾ കാലതാമസമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് കോൺഗ്രസിന് പുറത്ത് ഇറക്കാൻ കഴിഞ്ഞുവെന്നാണ് ജ്യോതി പറയുന്നത്. അത് ശരിയല്ലേ? ഒന്ന്. രണ്ട്, ആദ്യം തന്നെ ഒരു ബഹളവുമില്ലാതെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുക എന്ന മത്സരമല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിലൊരു മേൽക്കൈ വിജയം സുനിശ്ചിതം എന്ന ഒരു തീർപ്പിലേക്ക് എത്താനും കഴിയുമോ? അല്ല, ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് ഒരൊറ്റ കാര്യത്തിലാണ് ഈ കോൺഗ്രസ്സുകാരോട് അഭിപ്രായ വ്യത്യാസമുള്ളത്. അവർക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാണ് എന്നൊരു പൊതുവേ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് പോലും. അപ്പം ആ ഒരു സാഹചര്യം അത് അവർ കൊണ്ടുപോയി പണിക്കെ കൊണ്ട് കലമുടച്ചു എന്ന് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇപ്പോഴും ഒരു പരാതിയുണ്ട്, പരിഭവമുണ്ട്, എല്ലാം ഉണ്ട്. അത് ഈ നേതാക്കന്മാരോട് അവർ പുറത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അതിലുപരി ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൊണ്ട് കളയുന്നതിനോട് ജനങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കും എന്നുള്ളതായിരിക്കാം ഏറ്റവും വലിയ. സ്ഥാനാർത്ഥി നിർണ്ണയം ഇപ്പോൾ 1-2 ദിവസം മാറുക. കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കകത്താണ് ഈ ആഭ്യന്തര കലഹങ്ങൾ ഇതുപോലെ വരാത്തത്? PS അച്യുതാനന്ദൻ്റെ വന്നത് 2006 നമ്മൾ കണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി പോലും ഇത്രയും വലിയ ഏകശില സ്വഭാവമുള്ളൊരു പാർട്ടിക്കകത്ത് അന്ന് നമ്മൾ കണ്ട് കേരളം ഞെട്ടിയതാണ്. അപ്പോൾ അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഒരു അവസ്ഥ കണ്ട് വളരെ 1-2 കാര്യങ്ങളിലാണ് കേരളത്തിലെ ജനങ്ങൾ സംശയം നിൽക്കുന്നത്. അതായത് ഇതേപോലെ അനുകൂല സാഹചര്യം വരുന്നു, കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാർ അവർക്ക് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാർ എന്തുകൊണ്ട് മത്സര രംഗത്തു നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഓടിപ്പോകാൻ ശ്രമിച്ചു? അതിൽ ജനങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. ഇപ്പോഴും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കും അതിനകത്ത് സംശയമുണ്ട്. അത് പരാജയ ഭീതിയുണ്ടോ അതോ കേരളത്തിൽ തന്നെ ഭാവിയിൽ നിൽക്കണമെന്നതുകൊണ്ട്? അത് അവരുടെ വേറെ പല രാഷ്ട്രീയ മോഹം, മുഖ്യമന്ത്രി സ്ഥാനം, KPC സ്ഥാനം, ഇങ്ങനെയുള്ള മോഹങ്ങളുടെ പേരിൽ പരാജയ ഭീതിയല്ല. കാരണം അതായിരുന്നെങ്കിൽ ഇതായിരിക്കത്തില്ലായിരുന്ന സ്ഥിതി. അപ്പോൾ അത് ഒരു കാര്യമുണ്ട്. ഇന്ന് മോദിക്കെതിരായിട്ട് കോൺഗ്രസ്സിന് എന്തെങ്കിലും ഒരു ഏറ്റുമുട്ടലുള്ള സാധ്യത, മോദിയെ തടുക്കാനുള്ളൊരു ശേഷി, രാഷ്ട്രീയ ശേഷി ഒക്കെ കോൺഗ്രസ്സിനാണെന്ന് ജനങ്ങൾ പൊതുവെ കേരളത്തിലെ എല്ലാ കാലത്തും എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ്സിന് അനുഭവം, എക്സെപ്റ്റ് 2004 ഒഴിച്ച് ബാക്കി എല്ലാ നമ്മൾ കണ്ട സമീപകാല രാഷ്ട്രീയങ്ങളിലെല്ലാം ഒരു UDFന് ഒരു അപ്പർ എഡ്ജ് വരുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ കണ്ടിരുന്നത്. ആ ഒരു സാഹചര്യമുള്ള അതാണ് ജനങ്ങളുടെ ഇടയിൽ ആകാംക്ഷ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവന്മാർ ഇത് കൊണ്ടുപോയി കളയുമോ? അതിലാണ് ഒരു ഭയമുള്ളതും ഒരു അസ്വസ്ഥതയുള്ളതും. പക്ഷേ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനകത്ത് അങ്ങനെ കൊണ്ടുപോയി ഇവരെ എത്ര തമ്മിലടിച്ചാലും ഇവർ ഫീൽഡിൽ വരുമ്പോഴത്തേക്ക് ഇത്തവണയൊന്നും അങ്ങനെ കാരണം ഒരു കാലുവാര, കാരണം നേതാക്കന്മാർ അവരുടെ ഗ്രൂപ്പിന് പിടിച്ചു കൊടുക്കാൻ വേണ്ടി പരമാവധി നിന്നു എന്നുള്ള വെച്ചാൽ കാലുവാരി തോപ്പിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഇത് പോകുമോ ഇല്ലയോ എന്നുള്ളത്, അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. കാരണം സ്ഥാനാർത്ഥിയെ ചൊല്ലിയ തർക്കങ്ങളുണ്ടെങ്കിൽ അതവിടെ റിഫ്ലക്റ്റ് ചെയ്യും. ഇന്നലെയൊക്കെ പത്തനംതിട്ട ഞാൻ കേട്ടത്, പത്തനംതിട്ട ആദ്യമൊക്കെ അറച്ചു നിന്നവരൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയെന്ന് പറയുന്നത്. അത് പത്തനംതിട്ടയൊക്കെ ജെല്ലായി തുടങ്ങി. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവം. ഇപ്പോൾ എറണാകുളത്തെ സ്ഥിതി ഇന്ന് ഏറ്റവും കണ്ടത് അത്ഭുതപ്പെടുത്തിയത് കാസർഗോഡാണ്. ഉണ്ണിത്താൻ്റെ ഒരു വരവ്, ആ വരവ് ഉണ്ടാക്കിയ ഒരു ഇംപ്രഷൻ, ഉണ്ണിത്താനെ സ്വീകരിച്ചുകൊണ്ട് 10,000 പേര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകുന്നു. ഉണ്ണിത്താൻ ആ റെയിൽവേ സ്റ്റേഷനകത്ത് പുറത്ത് കിടക്കാൻ തന്നെ 2.5-3 മണിക്കൂർ എടുക്കുന്നു. അങ്ങനെ അത് കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയാണ് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ നോക്കിയിരിക്കുന്നത്. ഇത് പരസ്പരം കാലുവാരി തോപ്പിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ റിസോഴ്സസ് കൊടുക്കാതെ ഇവരെ ബുദ്ധിമുട്ടിക്കുമോ, അതൊക്കെയാണ്. അപ്പം ആ സാഹചര്യം മാറും. കാരണം ഇനി അങ്ങനെ അതാണ് സ്ഥിതിയെങ്കിൽ ഇവരെ പൊതുജനവും ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ മടൽ വെട്ടി അടിക്കും. ഇപ്പോൾ പോലും രാഷ്ട്രീയ കാലാവസ്ഥ ഇവർക്ക് അനുകൂലമാണ്. ഇന്ന് വന്ന ടൈംസ് നൗവിൻ്റെ സർവേക്കകത്തും 16 സീറ്റ് കിട്ടുമെന്ന് പറയുന്നു. അത് ഞാൻ എൻ്റെ ടൈംസ് നൗവിലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഈ പോസ്റ്റ് ബാലാക്കോട്ടിന് ശേഷമുള്ള അപ് ടു March 8 വരെയുള്ള ഫിഗേഴ്സാണ് അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇവരുടെ അടിപിടിക്ക് തൊട്ട് മുമ്പ് എന്നാൽ പോലും ഈ കോൺഗ്രസിന് ഒരു എഡ്ജ് ഉണ്ടെന്നുള്ളതാണ് പൊതു ഫീലിംഗ് സർവേകൾ. ശ്രീ കൃഷ്ണദാസ് പറയുന്ന ഉദയക്രിയയ്ക്ക് പോലും ഒരാളെ സൂക്ഷിക്കേണ്ട അവസ്ഥ വരുന്നു എന്ന് പറയുന്ന വിലയിരുത്തലോ? അല്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പക്ഷേ ആ സ്ഥിതി അല്ല ഇന്ന് കേരളത്തിൽ. ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ട്. കാരണം അത് ഒരു ഫാക്ടറുണ്ട്. കോൺഗ്രസിനെ ആണ് ജനങ്ങൾ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ. അതായത് BJPയെ നേരിടാൻ. ഇവിടെ മാത്രമല്ലല്ലോ ഇന്ത്യയിൽ കോൺഗ്രസിനെ BJPയെ എതിരിടാൻ ശേഷിയുള്ളത് കോൺഗ്രസിനാണെന്നൊരു പൊതു ഫീലിംഗ് ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് സൗത്ത് ഇന്ത്യ മുഴുവൻ റിഫ്ലക്ട് ചെയ്തതായിട്ടാണ് ടൈംസ് നൗ സർവേ പറയുന്നത്. ആ യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല. അവരെ കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്യാൻ തൽക്കാലം ഇപ്പോൾ ആരുമില്ല എന്നുള്ള സിറ്റുവേഷനാണ് പൊളിറ്റിക്കലി.